Hi students, welcome back. Today's topic is torque. ടോ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാലും ടോർക്ക് തന്നെയാണ്. എന്താണ് ടോർക്ക്? ഞാനിവിടെ അത് മനസ്സിലാക്കാനായിട്ടൊരു എക്സാമ്പിൾ വരച്ചിട്ടുണ്ട്. ഇതൊരു റോഡ്, നമ്മുടെ കയ്യിലുള്ള ഒരു റോഡ്, എന്തെങ്കിലും ഒരു സ്റ്റിക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിലൊരു ഭാഗം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ റോഡിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇത് ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫിക്സ് ചെയ്തതുകൊണ്ട് ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ടേൺ ചെയ്യും. ഞാൻ കൊടുക്കുന്ന ഫോഴ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഞാൻ കൊടുക്കുന്ന ഈ ഫോഴ്സാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ട് ഇതിങ്ങനെ ടേൺ ചെയ്യും. ഞാൻ ഇങ്ങോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഇങ്ങനെ ടേൺ ചെയ്യും, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട്. അപ്പോൾ എന്താണ് ടോർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, when the external force acting on the body, ഇവിടുത്തെ external force ഏതായതാണ്, when the external force acting on the body has a tendency to rotate the body about an axis or to produce a turning effect. ഞാൻ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ഈ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഈ ബോഡിക്ക് ഒരു ടേണിങ് എഫക്റ്റ് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുത്ത ആ ഫോഴ്സിനെയാണ് എന്ത് പറയുക, ടോർക്ക് എന്ന് പറയുക. അതായത് ഒരു ബോഡിയെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ടേൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫോഴ്സ്, അതിനെയാണ് ടോർക്ക് എന്ന് പറയുക. ഓക്കെ, when the external force acting on a body has a tendency to rotate the body about an axis or to produce a turning effect, then that force is called torque. ഈ ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടോർക്ക് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് magnitude of force and the perpendicular distance between the line of action of the force and the axis of rotation. ഇത്രയേ ഉള്ളൂ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമുക്ക് ഫോഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് ഉണ്ട്. അതുപോലെ ടോർക്കിന് ഇക്വേഷൻ ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ പറഞ്ഞു, ഒരു ബോഡി ഒരു ഭാഗം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ടേൺ ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ കൊടുത്ത ഫോഴ്സാണ് എന്ത്, ടോർക്ക്. അപ്പോൾ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് എത്താം? ഈ ഫോഴ്സ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു, ഞാൻ ഡോട്ടർ ലൈനായിട്ട് വരച്ചിട്ടുണ്ട്. ആ ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ നമ്മൾ വരച്ചിരിക്കുന്ന ആ ലൈനെയാണ് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുക. ഈ ഫോഴ്സിന് നേരെ ഞാൻ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട്, അതിനെയാണ് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുക. ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താ, ഇവിടെ ഫിക്സ് ചെയ്ത പോയിന്റാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ഈ ലൈൻ ഓഫ് ഫോഴ്സിലേക്ക് വരയ്ക്കുകയാണ്. അതിനാണ് പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ ആർ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ഫോഴ്സിന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച ആ ലൈനിന് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന്, അതുപോലെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ അവിടെ നിന്ന് നമ്മൾ ലൈൻ ഓഫ് ഫോഴ്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും പ്രൊഡക്റ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ആർ, ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ്. അപ്പോൾ ആർ ക്രോസ് എഫ് എന്ന് പറയുന്നതാണ് എന്ത്, ടോ എന്ന് പറയുന്നത്. ആർ ക്രോസ് എഫ്, ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, നമ്മൾ കൊടുത്ത ഫോഴ്സ്, ആൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഇവിടേക്ക് വെച്ചേക്കുന്ന ഈ ഡിസ്റ്റൻസിനാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുക. And the perpendicular distance between, ആരൊക്കെ തമ്മിലുള്ള perpendicular distance ആണ്, the line of action of force, line of action of force and the axis of rotation. Axis of rotationൽ നിന്ന് line of action of forceലേക്ക് വരച്ചിരിക്കുന്ന ആ ഡിസ്റ്റൻസ് അതിൻ്റെയും പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. ടോർക്ക് ഈക്വൽ ടു ആർ ക്രോസ് എഫ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ആർ എഫ് സൈൻ തീറ്റ എന്ന് എഴുതാം, ആർ എഫ് സൈൻ തീറ്റ എന്നും എഴുതാം. ക്രോസ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആർ എഫ് സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ടോർക്കിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും. ആറിൻ്റെയും എഫിൻ്റെയും ഡയറക്ഷൻ എങ്ങോട്ടാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരുടെ ഡയറക്ഷൻ, ടോർക്കിൻ്റെ ഡയറക്ഷൻ. ദ ഡയറക്ഷൻ ഓഫ് ടോർക്ക് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ആർ ആൻഡ് എഫ്. ആറ് എഫ് ആ രണ്ടുപേരും കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ടോർക്കിൻ്റെ ഡയറക്ഷൻ. അതിൻ്റെ മീനിങ് എന്താ, ഈ മൂന്ന് പേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും പോകേണ്ടാവുക.
ഓക്കെ, ഫോഴ്സ് ആയത് ഇപ്പോൾ ഇതിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് 6. ഈ ഫോഴ്സിനും ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആര് പോവാതെ ഈ ഡയറക്ഷനിൽ, ഇൻ ടു ദ ബോർഡോ ഔട്ട് ഓഫ് ദ ബോർഡ് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ രണ്ട് പേരും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. അവർ രണ്ടു പേർക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും ടോയുടെ ഡയറക്ഷൻ, ടോർക്കിൻ്റെ അല്ലെങ്കിൽ ആംഗുലർ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഇനി യൂണിറ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് യൂണിറ്റ് കണ്ടെത്താലോ. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. റേഡിയസിൻ്റെ യൂണിറ്റ് മീറ്റർ. ദെൻ യൂണിറ്റ് ഓഫ് ടോർക്ക് ഈസ് ന്യൂട്ടൺ മീറ്റർ. ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. ഇനി വേണമെങ്കിൽ നമുക്ക് ഓരോ ആംഗിൾ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ കണ്ടീഷൻസ് പറയാം. അപ്പോൾ തീറ്റ 90 ആണെന്ന് വിചാരിച്ചോ. തീറ്റ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ആറും എഫും 90 ഡിഗ്രിയാണ്. അത് തീറ്റ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതിൽ തീറ്റ 90 ഡിഗ്രി കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ സൈൻ 90യുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്ക് ടോർക്കിൻ്റെ എക്സ്പ്രഷൻ എന്ത് കിട്ടും? ടോർക്ക് ഈക്വൽ ടു RF എന്ന് കിട്ടും. ഈ ഇക്വേഷനിൽ കൊണ്ട് തീറ്റ 90 ആണെന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോർക്ക് ഈക്വൽ ടു RF എന്ന് കിട്ടും. അതായത് ടോർക്ക് മാക്സിമം ആയിരിക്കും ഇവിടെ. ഫോഴ്സും റേഡിയസ് വെക്ടറും പെർപെൻഡിക്കുലർ ആയിക്കഴിഞ്ഞാൽ ഈ ഇതാണ് ഫോഴ്സും പൊസിഷൻ വെക്ടറും അല്ലെങ്കിൽ റേഡിയസ് വെക്ടറും പെർപെൻഡിക്കുലർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ടോർക്കാണ് നമുക്ക് കിട്ടുക. ഇനി രണ്ടാമത്തെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ തീറ്റയ്ക്ക് നമ്മൾ 180 അല്ലെങ്കിൽ 0 ഡിഗ്രി കൊടുത്തു എന്ന് വിചാരിച്ചു. 180 or 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? സൈൻ 180 കൊടുത്താലും സൈൻ 0 കൊടുത്താലും ആൻസർ എന്താ വരിക? 0 വരിക. അപ്പോൾ ടോർക്ക് എന്തായിട്ട് കിട്ടി? നമുക്ക് 0 ആയിട്ട് കിട്ടി. അപ്പം അതിൻ്റെ മീനിങ് എന്താ? No turning effect is produced when force is parallel or anti-parallel to the radius vector. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കില്ലേ ഈ റോഡ്, ഞാൻ പാരലായിട്ട് ആ റോഡിന് പാരലായിട്ടൊരു ഫോഴ്സ് കൊടുക്കാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ആ ഫോഴ്സിന് ആ സ്റ്റിക്കിന് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യുമോ? ഇല്ല. ഞാൻ ഇവിടെ നിന്ന് കൊടുത്താലും ആൻറ്റി പാരലൽ ഡയറക്ഷനിൽ, അതായത് ഇങ്ങനെ കൊടുത്താലും റൊട്ടേറ്റ് ചെയ്യില്ല. ആ സ്റ്റിക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എവിടെ നിന്ന് കൊടുക്കണം? ഒരു പ്രത്യേക ആംഗിളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ടേൺ ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പോൾ എന്താ മനസ്സിലാക്കിയത്? നോ ടേണിങ് എഫക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ഫോഴ്സ് ഈസ് പാരലൽ ഓർ ആൻറ്റി പാരലൽ ടു ദ റേഡിയസ് വെക്ടർ. ഇപ്പം ഞാൻ ഇവിടെ ഈ പെൻ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിനെ എനിക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്ത് ഇത് റൊട്ടേറ്റ് ചെയ്യുമോ? ഇല്ല, അത് ഒരിക്കലും റൊട്ടേറ്റ് ചെയ്യില്ല. ഞാൻ ഇങ്ങോട്ട് പിടിച്ച് വലിച്ചാലും അത് റൊട്ടേറ്റ് ചെയ്യുമോ? അതായത് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുക എന്ന് പറയുന്നത് റേഡിയസ് വെക്ടറിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് പിടിച്ച് വലിക്കാമെന്ന് വിചാരിച്ചോ, അതായത് റേഡിയസ് വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആംഗിൾ 0 ആയിരിക്കും. അപ്പോഴും ഈ പെൻ അനങ്ങോ? റൊട്ടേറ്റ് ചെയ്യുമോ? ഇല്ല. ഇത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം? അത് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കണം, എന്നാലേ ഇത് ടേൺ ചെയ്യാൻ തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കണം, എന്നാലേ അത് ടേൺ ചെയ്യാൻ തുടങ്ങുള്ളൂ. അതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. 180 കൊടുത്താലും ആംഗിൾ എന്ന് പറയുന്നത് 180 ആയാലും 0 ആയാലും അവിടെ ടോർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ലാസ്റ്റത്തെ കേസിൽ R 0 ആയി കഴിഞ്ഞാൽ, R 0 ആവാന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് വെക്ടർ 0 ആവാന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ്. അവിടെ തന്നെ ഞാനൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പാടാ. ഈ അറ്റത്ത് കൊടുക്കണം അത്രയും സ്മൂത്തായിട്ട് ഇവിടെ തന്നെ, അത് എവിടെയാണ് തിരിയുന്നത് ആ പോയിന്റിൽ തന്നെ ഞാനൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും എന്തുണ്ടാവില്ല? ടോർക്ക് ഉണ്ടാവില്ല. ടോർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആ കേസിലും ടോർക്ക് 0 ആയിരിക്കും. അപ്പോൾ നോ ടേണിങ് എഫക്റ്റ് വെൻ ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് അറ്റ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ ഫോഴ്സ് കൊടുത്താലും ടേണിങ് എഫക്റ്റ് ഉണ്ടാവില്ല. അത് നമ്മുടെ ലോജിക്ക് അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് കാണിക്കാവുന്ന എക്സാമ്പിൾ ഇതാണ്. ഒരു ഭാഗം ഫിക്സ് ചെയ്തു, ഞാൻ കറക്റ്റായിട്ട് പെർപെൻഡിക്കുലറായിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ സ്മൂത്തായിട്ട് അത് ടേൺ ചെയ്യും. അതാണ് ആദ്യത്തെ കേസ്. ഞാൻ തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ, തീറ്റ എന്ന് പറയുന്നത് ആരും തമ്മിലുള്ള ആംഗിളാണ്? ഈ റേഡിയസ് വെക്ടറും ഇതിൻ്റെ ആക്സിസിൽ നിന്ന് പോണ ഇതാണ് റേഡിയസ് വെക്ടർ. റേഡിയസ് വെക്ടറും ഞാൻ കൊടുക്കുന്ന ഫോഴ്സും തമ്മിൽ എത്രയും ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇത് കറക്റ്റ് നല്ലോണം ടേൺ ചെയ്യും. അതാണ് ആദ്യത്തെ കേസ് പറഞ്ഞിരിക്കുന്നത്, ടോർക്ക് മാക്സിമം ആവുന്നത്. ഇനി ഈ തീറ്റ എന്ന് പറയുന്നത് 180 0 ആയി കഴിഞ്ഞാൽ, 180 ആവാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഇത് ടേൺ ചെയ്യില്ല, ഞാൻ ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്താലും അത് ടേൺ ചെയ്യില്ല. അപ്പോൾ ആ കേസിൽ ടോർക്ക് 0 ആയിരിക്കും. ഇനി ടോർക്ക് 0 ആവുന്ന വേറൊരു കണ്ടീഷൻ ഏതാണ്? ഞാൻ ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഫിക്സ് ചെയ്ത പോയിന്റിൽ തന്നെയാണ് ഈ ഫോഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിലും ഇതെന്ത് ചെയ്യില്ല, പെട്ടെന്ന് എന്ത് ചെയ്യില്ല,
റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പോൾ അവിടെയും ടോർക്ക് എന്തായിരിക്കും? മിനിമം ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ ടോർക്ക് പഠിക്കുന്നതിനൊപ്പം ഇത്രയും കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.